കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ പരിഷ്കരണം നടപ്പിലാക്കി ഉത്തരവിറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് കേരളത്തിൽ ശമ്പള പരിഷ്കരണം നടക്കാറുള്ളത്. കഴിഞ്ഞ 11ാം ശമ്പള പരിഷ്കരണം 2021 പ്രാബല്യത്തിൽ വന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2026 മാർച്ചോടുകൂടി ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം കൈകളിലെത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. പ്രതീക്ഷിക്കുന്ന ശമ്പള വർധനവും ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ജീവനക്കാരുടെ ഏറ്റവും വലിയ ആകാംക്ഷ എത്ര രൂപ ശമ്പളത്തിൽ വർദ്ധിക്കുമെന്നതിലാണ്. 11ാം ശമ്പള പരിഷ്കരണത്തിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 1.37 മടങ്ങ് ഗുണിച്ചായിരുന്നു പുതിയ ശമ്പളം നിശ്ചയിച്ചിരുന്നത്. അന്ന് 27% ക്ഷാമബത്തയും 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ചേർത്ത് ആകെ 37% വർധനവാണ് ഉണ്ടായത്. എന്നാൽ 12ാം ശമ്പള പരിഷ്കരണത്തിൽ ഇത് 1.38 മടങ്ങായി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പ്രകാരം ഏകദേശം 38% വരെ ശമ്പള വർധനവ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് 1.38 മടങ്ങ് ഗുണകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 31,740 രൂപയായി മാറും. ഇത് താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് വലിയ ആശ്വാസവുമാകും. ശമ്പള പരിഷ്കരണത്തോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സുപ്രധാന വിഷയമാണ് അഷ്വേഡ് പെൻഷൻ പദ്ധതി. 2013 നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ജീവനക്കാരിൽ നിന്നും വലിയൊരു പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിന് പകരമായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച മാതൃകയിൽ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാനാണ് കേരള സർക്കാർ ഒരുങ്ങുന്നത്. വിരമിക്കുന്ന സമയത്ത് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പെൻഷനായി ഉറപ്പു നൽകുന്നതാണ് ഈ പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിന്റെ പെൻഷൻ വിഹിതത്തിൽ വലിയ വർധനവുണ്ടാകും. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം ജനുവരി 29 നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് സന്തോഷം നൽകുന്നതാണെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ ആകെ നികുതി വരുമാനം ഏകദേശം 93,000 കോടി രൂപയാണ്. നിലവിൽ ശമ്പളവും പെൻഷനും നൽകാനായി മാത്രം സർക്കാർ ചെലവാക്കുന്നത് 70,000 കോടി രൂപയാണ്. പുതിയ ശമ്പള പരിഷ്കരണം കൂടി വരുന്നതോടെ സർക്കാരിന്റെ സ്വന്തം നികുതി വരുമാനം മുഴുവനായും ശമ്പളത്തിനും പെൻഷനുമായി മാത്രം ചെലവഴിക്കേണ്ടി വരും. ഇത് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും തടസ്സമാകുമോ എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. ഏറെക്കാലമായി കുടിശ്ശികയായി കിടക്കുന്ന ക്ഷാമബത്ത വിതരണം ചെയ്യുന്നതിനും സർക്കാർ ഉടൻ തീരുമാനമെടുത്തേക്കും. എന്നാൽ ഈ തുക ജീവനക്കാർക്ക് കയ്യിൽ പണമായി നൽകുന്നതിന് പകരം അവരുടെ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ലയിപ്പിക്കാനാണ് സാധ്യത. ഇത് സർക്കാരിന് ഉടനടിയുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നഗരഗ്രാമ വ്യത്യാസം അനുസരിച്ച് HRA നിരക്കുകളിൽ പുനർനിർണയം നടന്നേക്കാം. വലിയ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യത്തിലും വർധനവുണ്ടാകാം. മെഡിസെപ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും ഇതോടൊപ്പം പരിഗണിക്കപ്പെട്ടേക്കാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഓരോ ശമ്പള പരിഷ്കരണവും. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികളും ജീവനക്കാരുടെ ആവശ്യങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. വരാനിരിക്കുന്ന ബജറ്റും അതിനുശേഷമുള്ള മന്ത്രിസഭാ തീരുമാനങ്ങളും കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്.